ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പീൽ ഓഫ് മാസ്ക് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പീൽ ഓഫ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട്, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡെഡ് സ്കിൻ ഉണ്ട് നമ്മുടെ ഫേസിലെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാൻ വേണ്ടി, കുറച്ച് ഭയങ്കരമായിട്ട് ഓയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സസ് ഓയിലിനെയൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്ലോ ഫേസിന് കിട്ടാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പപ്പായ എടുക്കുന്നുണ്ട്, ഒരു സ്പൂണ്. അതിലേക്ക് ജെലാറ്റിൻ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒരു കുറച്ച് എമൗണ്ട് ഹണി കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ, നല്ല റിസൾട്ടും ആണ്. ഞാൻ ഇടയ്ക്ക് ഇത് ചെയ്യാറുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ടും കൂടി എടുക്കാം എന്നുള്ളത്. നമ്മൾ പീൽ ഓഫ് മാസ്ക് നമ്മൾ എപ്പോൾ അപ്ലൈ ചെയ്താലും നമ്മുടെ തലമുടി നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് നല്ല രീതിയിൽ കെട്ടി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പീൽ ഓഫ് മാസ്ക് ആകുമ്പം ഹെയറിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലേ നമ്മളത് വലിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ടഫായിരിക്കും, കുറച്ച് പാടായിരിക്കും. അപ്പം നമുക്ക് പീൽ ഓഫ് മാസ്ക് നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിക്ക് പറിച്ച് വലിച്ചങ്ങ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹണി ഇതിനകത്തുനിന്ന് ഒഴിവാക്കുക. ഹണി നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വലിച്ച് പറിച്ചെടുത്ത് നമുക്ക് അത്രയ്ക്കൊരു പെയിൻഫുൾ ആയിരിക്കില്ല. ഹണി കുറച്ചൊന്ന് ഈ പീൽ ഓഫ് മാസ്കിനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഭയങ്കര കണ്ടമാനം ഒരു വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഹണി ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഹണി വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്, മൂക്കൂത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂക്കൂത്തിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഇതിടരുത്, ഭയങ്കര പാടായിരിക്കും പറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഹണിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് പിന്നെ അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് തൂക്കാനൊന്നും പോയില്ല. ഹണി കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്, ഭയങ്കര പാടാണ്. അതുപോലെ നമ്മുടെ കൃതാവിൻ്റെ ഏരിയയിൽ, ഐബ്രോസിൻ്റെ ഏരിയയിൽ, ഇപ്പം നിങ്ങൾക്ക് ഫേസിൽ ഫേസ് ഹെയർ ഒക്കെ ഉണ്ട്, അത് റിമൂവ് ഒന്നും ചെയ്യാത്ത ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഹണി കൂടി ഇടുമ്പം ഓക്കെയാണ്, പ്രശ്നമൊന്നും വരില്ല. നമുക്ക് ചെറിയൊരു പെയിൻ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് ആ ഒരു ഗ്ലോ ഒക്കെയാണ് കിട്ടുള്ളൂ. അതുപോലെ ചെറിയ രീതിക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാത്രമാണ് പോകുള്ളൂ. പക്ഷേ അല്ല, ഹണി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ജെലാറ്റിൻ പ്ലസ് വേറെ ഏത് ഇൻഗ്രീഡിയൻറ്റ്, ഇപ്പോൾ പപ്പായ ആണെങ്കിലും വേറെ ഏതൊരു ഇൻഗ്രീഡിയൻറ്റ് ഇട്ടാലും നല്ല പെയിൻഫുൾ ആയിരിക്കും ഹെയറും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ. സോ ആ ഒരു ഏരിയയൊക്കെ നിങ്ങളൊന്ന് ഹെയറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് റേസർ വെച്ചിട്ട് റിമൂവ് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഹെയർ എല്ലാം നമ്മൾ പറിച്ചെടുക്കേണ്ടി വരും പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത്. കുറച്ച് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, അതൊക്കെ നോക്കുക. ഇനി അല്ലാത്ത കേസിൽ നമ്മുടെ ഐബ്രോസിൻ്റെ ആ ഏരിയ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കൃതാവിൻ്റെ ഏരിയയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക. ഒരു 20 മിനിറ്റ് മാക്സിമം 30 മിനിറ്റ് എടുക്കും നല്ല രീതിക്ക് ഇതൊന്ന് ട്രൈ ആകാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോട്ട് ഇതങ്ങ് ഒട്ടിപ്പിടിക്കാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്കിത് പീൽ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ഹണി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര രീതിയിൽ അങ്ങ് പിടിച്ച് നമുക്ക് അങ്ങേ അറ്റം വരെ വലിച്ച് പീൽ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെറിയ രീതിയിൽ ചെറിയ ഒരു പോർഷനായിട്ടായിരിക്കും നമുക്ക് ഹണി വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒത്തിരി ടൈം എടുക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. ആ ഒരു എത്ര ടൈം എടുത്താലും ഇത് ഭയങ്കര വേർത്ത് ഇറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ജെലാറ്റിൻ ആണെങ്കിൽ നമുക്കൊരു 190, ഒരു 200 താഴെ വരുള്ളൂ. അണ്ടർ ഒരു 200 നമുക്ക് ജെലാറ്റിൻ കിട്ടും. ഒരു പാക്കറ്റ് നമ്മളൊരു 50 ഗ്രാമിൻ്റെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, 50 ഗ്രാമാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആ ഒരു എമൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആ ഒരു സാധനം ഒരു 200 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഒരു 3-4 തവണ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, നമുക്ക് നഷ്ടമൊന്നുമില്ലാതെ. അതിന് നമുക്ക് ഈ പറഞ്ഞ പപ്പായ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂട്ടത്തിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് പീൽ ഓഫ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പീൽ ഓഫ് ചെയ്ത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് കഴുകി നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാനിത് ഹണി ആയതുകൊണ്ട് തന്നെ ഈ ചെറിയ പോർഷൻസൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റില്ല. ബാലൻസ് ആയിട്ട് ചെറിയ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് നല്ല രീതിയിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി, നല്ല ഈസി ആയിട്ട് കളയാം. ഇനി എനിക്കെന്ന് പറഞ്ഞാൽ വൈറ്റ് ഹെഡ്സ് കുറേ ഉണ്ട്. ഈ താടിയുടെ ഒരു ഏരിയയിൽ, നോസിൻ്റെ ഏരിയയിലൊക്കെ എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ആ ഒരു ഏരിയ മാത്രമാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പറിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. കാരണം വേദനയില്ല, ചെറിയൊരു സുഖം കിട്ടുന്ന ഒരു ഏർപ്പാടാണിത്. പിന്നെ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് അത്രയ്ക്കൊരു ടൈം കളയാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു നെറ്റിയുടെയൊക്കെ ഒരു ഏരിയ കുറേയൊക്കെ ഞാൻ കഴുകി തന്നെയാണ് കളഞ്ഞത്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നെറ്റിയുടെയൊക്കെ അവിടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പോകാനായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം ഹെഡ്സ് അങ്ങനെ ഒന്നും ഇല്ല.
നമ്മൾ ഇടയ്ക്കൊന്ന് സ്ക്രബൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്ക്രബൊക്കെ ചെയ്യാറുള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു ഡെഡ് സ്കിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്കത് ചെയ്യാമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 45 മിനിറ്റ്സിൻ്റെ അടുത്തൊക്കെ ഇത് മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഒരു 45 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. നമുക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം വലിയ ശല്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യാം. ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കണം എന്നും അല്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കണം എന്നും യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് നമ്മുടെ പണിയുടെയൊക്കെ ഇടയിൽ തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇത് ഉണങ്ങുന്ന സമയത്തൊന്ന് പീൽ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണിത് പറിക്കുന്നത്, കാരണം ഞാൻ നൈസായിട്ടാണ് എപ്പോഴും ഇടുകയുള്ളൂ. കുറച്ച് കട്ടിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പറിച്ചെടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും, എനിക്ക് നല്ല വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു, അത് കുറച്ച് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേയ്സ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പീൽ ഓഫ് ആണിത്. ജെലാറ്റിൻ നിങ്ങൾ വാങ്ങി വെക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് പീൽ ഓഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ കണ്ടില്ലേ, ഞാൻ വാഷ് ചെയ്യുകയാണ് ചെയ്തത്. എൻ്റെ ഫേസിൽ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല രീതിക്ക് വൈറ്റനിങ് ചെയ്തിട്ടുണ്ട്. വൈറ്റനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജെലാറ്റിന് ഈ ഒരു ക്രെഡിറ്റ് കൊടുക്കില്ല. വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജെലാറ്റിൻ, പക്ഷേ അതാ പപ്പായയുടെ ഒരു കഴിവാണ്. പപ്പായ നല്ല രീതിയിൽ നമുക്ക് വൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ചുമ്മാ തേച്ചാലും അടിപൊളിയാണ് കേട്ടോ.